ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ശരിക്കും ഇത് ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രിയത്തെ ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് ഫ്രൈ പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ചുവന്ന അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെള്ള അവിലാണെങ്കിൽ വെള്ള അവിലായാലും ഉപയോഗിച്ചാൽ മതി. കൂടുതൽ ടേസ്റ്റ് തരുന്നത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന പൊരി അവിലായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിലൊരു പാകം എന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നല്ലൊരു പൊട്ടുന്നൊരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരു 3 ചെറിയ പഴം വേണം. മൈസൂർ പൂവൻ കൂടുതൽ ടേസ്റ്റ്. അതാകുമ്പോൾ ഒരു പുളിയും മധുരമൊക്കെ ഉള്ളതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ ഞാനിപ്പോൾ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതുപോലൊരു വലിയൊരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഈ അവിൽ മിൽക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഉടച്ചു വെച്ചിട്ട് പഴം 2-3 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കുക. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള അവിൽ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് പാലിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാലിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഹോർലിക്സും ചേർത്തിട്ടുണ്ട്. ഹോർലിക്സ് നിർബന്ധമൊന്നും ഇല്ല, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി, റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി. ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള പഴം അടച്ചതും മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള വറുത്ത് വെച്ചിട്ടുള്ള അവിലും ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിൽ വീണ്ടും പാലൊഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി റോസ്റ്റ് ചെയ്തിട്ടുള്ള പീനട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് കോൺഫ്ലെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ബാക്കിയുള്ള പാല് കൂടി മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ടേസ്റ്റ് ആകാൻ വേണ്ടി ഞാൻ കുറച്ച് ഐസ്ക്രീം കൂടി ചേർക്കുന്നുണ്ട്. ഐസ്ക്രീം കൂടി ചേർത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. നല്ലൊരു ടേസ്റ്റാണ് ഐസ്ക്രീം ചേർത്താൽ. അതിന് മുകളിലായിട്ട് ചെറിയ ഡെക്കറേഷന് വേണ്ടി കുറച്ച് പീനട്ട്സും പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഈ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ദാഹം മാത്രമല്ല, വിശപ്പം വരെ ഇത് കഴിച്ചാൽ പോകും. ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് രാത്രിത്തെ ഭക്ഷണമൊക്കെ ആക്കി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.